എല്ലാവർക്കും നമസ്കാരം ട്ടാ. ഞാനേ എൻ്റെ PSC പരീക്ഷകൾക്ക് മാത്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെയാണ് മാത്സ് പഠിച്ചതെന്നുള്ളത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം. ഞാൻ മാത്സ് പഠിക്കാനായിട്ട് മാത്സിന് മാത്രമായിട്ട് ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. ഇതാണ് ഞാൻ മേടിച്ച പുസ്തകം. ഇത് ലാൽ അക്കാദമിയുടെ പുസ്തകമാണേ. ഇതിൻ്റെ പേര് കണക്കറിവ് എന്നാണ് ട്ടോ. ഇത് ഇത്തിരി പഴയ പുസ്തകമാണ് ട്ടോ. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ഇതിലുണ്ട്. എൻ്റെ PSCയിലെ കണക്കിന് എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പുസ്തകം നോക്കിയിട്ടാണ് പഠിച്ചത്. ഈ പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് കണ്ടോ? ഇതിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വേറെ വേറെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്നത് ബോർഡ് മാസ് വെച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ മാത്സൊക്കെ ബേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ കാര്യങ്ങൾ, അതായത് ബോർഡ് മാത്സൊക്കെ വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതേപോലെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും അങ്ങനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ആദ്യം പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. പിന്നെ ഈ പുസ്തകത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളായിട്ട് തരും. അതിൽ തന്നെ ഇക്വേഷൻസൊക്കെ ഇങ്ങനെ സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും PYക്ക് തന്നെയാണ് കേട്ടോ തരാം. നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതൊക്കെ PYക്ക് ആണെങ്കിൽ തരാം. പിന്നെ അതിൻ്റെ ഉത്തരമൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ള എക്സ്പ്ലനേഷൻസും ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. പിന്നെ എല്ലാ മെത്തേഡും പഠിച്ചു കഴിയുമ്പോൾ ഇതേപോലെ വർക്ക്ഷീറ്റ് എന്നിട്ട് അവർ തരും. അതിൽ തന്നെ ഇപ്പോൾ സെറ്റ് 1, സെറ്റ് 2 അങ്ങനെ ഈ ബോർഡ് മാസിൽ തന്നെ സെറ്റ് 6, 7 സെറ്റുകളാണ് ഈ ബോർഡ് മാസിൽ തന്നെ നമുക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത് കേട്ടോ. ഇതിലുള്ളത് എല്ലാതും PYQ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ നിശേഷ ഹരണം അടുത്ത ഭാഗം വരാണ്. ഇതൊക്കെ സാധാരണക്കാർക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നാമെങ്കിലും മാത്സ് ടഫായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങൾ നന്നായി പഠിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഓരോ ഭാഗങ്ങളുടെയും വർക്ക്ഷീറ്റ് തരുമ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടുന്നത് PYQ വന്നതാണ്. അത് ഏത് പരീക്ഷയിൽ വന്നതാണെന്ന് ആ ക്വസ്റ്റ്യൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഈ പുസ്തകത്തിൻ്റെ വളരെ ഉള്ളൊരു ഉപകാരമായിട്ട് തോന്നി കേട്ടോ. ഇതിലെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. എല്ലാം PYQ ആണ്. അപ്പോൾ നമുക്ക് PSC എങ്ങനെയാണോ എവിടെ നിന്നാണോ ചോദ്യം ചോദിക്കുന്നത് അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓരോ ഭാഗത്തുനിന്നും ചെയ്യേണ്ട ഇക്വേഷൻസൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു കോളത്തിലാക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കണ്ടെത്തിയിട്ട് അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഇങ്ങനെ ഇക്വേഷൻസൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഓരോ എക്സാമിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ആ എക്സാമിന് പോണ സമയത്ത് നമുക്ക് മാത്സിലെ ഇക്വേഷൻസൊക്കെ ഒരുമിച്ചൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ എല്ലാ പേജും മറിച്ച് നോക്കിയിട്ട് നോക്കൽ അത്ര എളുപ്പമാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിലൊരു സൊല്യൂഷൻ കണ്ടെത്തിയതാണ്. ഞാൻ ഒരു നോട്ട് പുസ്തകം എടുത്തു. എന്നിട്ട് കണ്ട സൈഡിൽ എഴുതിച്ചിങ്ങനെ മാത്സ് ഇക്വേഷൻ എന്നാണ് കേട്ടോ അത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഞാൻ എല്ലാ മാത്സിൻ്റെ ഭാഗങ്ങളും ആദ്യം തന്നെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വരുന്ന ഭാഗങ്ങളിലെല്ലാത്തിൻ്റെ ഇക്വേഷൻസ് ഞാൻ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്താണോ ഇക്വേഷൻസ് നോക്കേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് ഈ ബുക്ക് എടുത്തിട്ട് പേജ് നമ്പർ നോക്കാം. എന്നിട്ട് ജസ്റ്റ് മറച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ വശത്തു നിന്നുള്ള ഇക്വേഷൻസ് എല്ലാതും ഒറ്റയടിക്ക് കിട്ടും കേട്ടോ. ഞാനിത് എക്സാമിനൊക്കെ പോകുമ്പോൾ ഈ പുസ്തകം കൊണ്ടുപോകാറുണ്ട്. എത്രയൊക്കെ മാത്സ് പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്തൊക്കെ ഇക്വേഷൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കൽ എനിക്കൊരു സംതൃപ്തി കിട്ടുന്ന കാര്യമാണ് കേട്ടോ. എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇത് സംഖ്യകളുടെ ഭാഗത്തുനിന്ന് വരുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനൊരു ചെറിയൊരു നോട്ട് പുസ്തകം എടുത്തിട്ട് ഇക്വേഷൻസൊക്കെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ചാൽ എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇക്വേഷൻസ് മാത്രമായിട്ടൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് അത് ഉപകാരപ്പെടും കേട്ടോ. ഇങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒറ്റയടിക്കിരുന്ന് എഴുതി
ഈ പുസ്തകം തയ്യാറാക്കുകയൊന്നും വേണ്ട. നമ്മൾ മാത്സ് ടൈം ടേബിൾ ഇട്ട് പഠിക്കുമ്പോൾ ഓരോരോ ചാപ്റ്റേഴ്സ് പഠിക്കുമല്ലോ. ഇപ്പോൾ സംഖ്യകൾ എന്ന് പറഞ്ഞ ഭാഗം പഠിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഇക്വേഷൻസൊക്കെ എഴുതി വയ്ക്കുക. അത് ഓരോ ഇക്വേഷൻ പഠിക്കുമ്പോൾ അത് എഴുതി വയ്ക്കുക. പിന്നെ അടുത്ത ഭാഗം ഏതാണോ പഠിക്കുന്നത് ആ ഭാഗം പഠിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഇക്വേഷൻസ് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പുസ്തകം ഇങ്ങനെ അറിയാതെ തന്നെ നമുക്കൊരു ഇക്വേഷൻ്റെ ഒരു പുസ്തകം തയ്യാറായി കിട്ടും കേട്ടോ. അതിന് വേണ്ടി നമ്മൾ പ്രത്യേകം സമയമൊന്നും ചിലവാക്കി കളയണ്ട. പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങട് സൈഡിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. എക്സാം എഴുതുന്ന നേരത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പുസ്തകത്തിൽ നിന്ന് അല്ലാതെയുള്ള ഇക്വേഷൻസും ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. അത് ഞാൻ മറ്റുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ മേടിച്ചെടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലും ഇതേപോലെ ഓരോ ഇക്വേഷൻസ് കാണുമ്പോൾ ഏത് ഭാഗത്താണോ ഇക്വേഷൻസ് വരുന്നത് അപ്പം ഞാൻ ഇതേപോലെ അതിൻ്റെ സൈഡിൽ ആഡ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ എൻ്റെ മാത്സിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള നോട്ട് പുസ്തകങ്ങളാണ്. മാത്സ് എനിക്ക് അധികം നോട്ട് പുസ്തകങ്ങളൊന്നും ഇല്ല കേട്ടോ. GK പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് നോട്ട് പുസ്തകങ്ങളുണ്ടെങ്കിലും മാത്സിന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ കണക്കറിവ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഞാൻ വെറുതെ റഫ് ഷീറ്റ് എടുത്തിട്ട് അതിൽ ചെയ്ത് നോക്കാണ് കേട്ടോ പതിവ്. കാരണം വേറൊന്നുമല്ല, മാത്സ് നമ്മൾ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിച്ച് പഠിക്കാൻ പറ്റില്ല. എനിക്കതിന് താല്പര്യമില്ല. ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും ഞാനത് ചെയ്ത് നോക്കിയിട്ടാണ് പഠിക്കാറ്. അപ്പോൾ അതിലില്ലാത്ത കാര്യങ്ങളൊക്കെ PYQ ചെയ്യുമ്പോഴോ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ നോട്ടിലാക്കി വെക്കും. അങ്ങനെ മാത്രമുള്ള വളരെ കുറച്ച് നോട്ടുകൾ മാത്രമേ മാത്സിനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ആ മാത്സിൻ്റെ റാങ്ക് ഫയലും പിന്നെ ഈ നോട്ട് പുസ്തകങ്ങൾക്കും കൂടാണ്ട് പിന്നെ ഞാൻ പഠിക്കണത് ടെക്സ്റ്റ് ബുക്കിൻ്റെ മാത്സ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് ദ ബെസ്റ്റ് അക്കാദമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്സിൻ്റെ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആണ് ടെക്സ്റ്റ് ബുക്ക് ഇറക്കുന്നത് കേട്ടോ. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്, പക്ഷെ അതിലും മാത്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നുള്ള മാത്സുകൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. എല്ലാതും നമുക്ക് ആവശ്യമില്ല. നമ്മളുടെ സിലബസുമായി ബന്ധപ്പെട്ട് മാത്സിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതും എനിക്ക് മാത്സ് പഠിക്കാൻ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ. ഇത് പഴയ SCERTയുടെ പുസ്തകമാണെങ്കിലും ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ പുതിയ SCERTയുടെ പുസ്തകങ്ങളിലും ഇതേപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളിൽ നിന്നുള്ള മാത്സും അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും വിടാണ്ട് ആ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻസ് അതുപോലെയൊക്കെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം അങ്ങനെ മാത്സ് പഠിക്കാനായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മാത്സ് പഠിക്കാനായിട്ട് ഞാൻ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് PSC ബുള്ളറ്റിനാണ് കേട്ടോ. ബുള്ളറ്റിനിലെ ഒരു പേജ് ഇതേപോലെ എപ്പോഴും മാത്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ കുറേ ഇക്വേഷൻസൊക്കെ കിട്ടാറുണ്ട്. അതും ഞാൻ ആ നോട്ട് പുസ്തകത്തിൽ ആഡ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ എൻ്റെ ആ റാങ്ക് ഫയൽ ഇല്ലാത്ത മോഡൽസ് കാണാറുണ്ട്. അതൊക്കെ ഞാൻ നോട്ടാക്കി സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ മാത്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ മാത്സ് പഠിക്കുന്ന അടുത്ത സോഴ്സ് ടെലഗ്രാം ചാനലിൽ നിന്നാണ് കേട്ടോ. അതായത് ട്രിക്ക് ടേൺ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലുണ്ട്, ജെറിൻ സാറിൻ്റെയാണ്. പിന്നെ ഇസ്മായിൽ കാലടി സാറിൻ്റെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ നിന്ന് രണ്ടിനും ഞാൻ മാത്സ് പഠിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവാത്തതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസാണ് ഞാൻ ടെലഗ്രാം ചാനലുകളിൽ നിന്ന് വീഡിയോസ് കണ്ട് പഠിക്കാറ്. പിന്നെ ഈ മാത്സ് നമ്മളൊരു 5 6 തവണ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ മാത്സ്.